Dear students, welcome to the class of NE Physics. അപ്പോൾ ഇന്ന് നമുക്ക് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെറിയ 2-3 പ്രോബ്ലംസും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വൺ മെറ്റാലിക് സ്ഫിയർ എ ഈസ് ഗിവൺ പോസിറ്റീവ് ചാർജ് വെറാസ് അനദർ ഐഡൻറ്റിക്കൽ മെറ്റാലിക് സ്ഫിയർ ബി ഓഫ് എക്സാക്ട്ലി സെയിം മാസ് ആസ് ഓഫ് എ ഈസ് ഗിവൺ ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ്. ദെൻ അവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇത് ആ ചാർജിങ്ങിൻ്റെ നമ്മൾ ബേസ് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് എളുപ്പം ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ ഒരു ബോഡിക്ക് സ്റ്റാറ്റിക് ചാർജ് അക്വയർ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. റബ്ബിങ്ങിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ പഠിച്ച ആ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. ചാർജിൻ്റെ ട്രാൻസ്ഫറൻസ് മൂലമാണ് ബോഡികൾക്ക് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ചാർജിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ട്രാൻസാക്ഷൻ മൂലമാണ് ബോഡികൾക്ക് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഒരിക്കലും പ്രോട്ടോണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യില്ല. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് പ്രോട്ടോണ് ട്രാൻസ്ഫർ ചെയ്യില്ല. പ്രോട്ടോണ് ന്യൂക്ലിയസിനകത്തായിരിക്കുന്നത്. ന്യൂക്ലിയസ് റിയാക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ഷനിലാണ് കൂടുതലും. അപ്പോൾ ഇവിടെ സാധാരണ റബ്ബിങ്ങിലോ ഫ്രിക്ഷനിലോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ റിയാക്ഷനിലോ ഒന്നും പ്രോട്ടോണിൻ്റെ ഇടപാട് നടക്കത്തില്ല. എല്ലാം ഇലക്ട്രോൺസിൻ്റെ ഇടപാടാണ് നടക്കുന്നത്. അപ്പോൾ ഈ റബ്ബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചാർജിങ്ങിലും ആരാണ് ഇടപാട് നടത്തുന്നത്? ആരുടെ ട്രാൻസാക്ഷനാണ്, ആരുടെ ട്രാൻസ്ഫറൻസ് ആണ് നടക്കുന്നത്? ഇലക്ട്രോണിൻ്റെ. ആ ഒരു പോയിന്റ് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയാൽ, സ്ഫിയർ എ ഈസ് ഗിവൺ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ തെറ്റിപ്പോരുത്. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക ഒരു വാക്ക് ഗിവൺ. എയ്ക്ക് പോസിറ്റീവ് ചാർജ് കൊടുത്തു എന്നുള്ള മീനിങ് അവിടെ നിങ്ങൾ എടുക്കരുത്. എ ഈസ് അക്വയർഡ് പോസിറ്റീവ് ചാർജ് എന്ന് മനസ്സിലാക്കണം. അത് ഗിവൺ എന്ന ക്വസ്റ്റ്യൻ തന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എ ഈസ് അക്വയർഡ് പോസിറ്റീവ് ചാർജ്. എപ്പോഴാണ് പോസിറ്റീവ് ചാർജ് അതിന് ഡെവലപ്പ് ആകുന്നത്? വെൻ എ ബോഡി ലൂസസ് ഇലക്ട്രോൺസ് ഇറ്റ് ഡെവലപ്സ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ നോക്കിയാൽ സ്ഫിയർ എയിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളാണ്. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൽ ഒരാളാണ് ഇലക്ട്രോൺ. അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? സ്ഫിയർ എയുടെ മാസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ബിയെ സംബന്ധിച്ച് എന്താ? ബി ഈസ് ഗിവൺ ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് വരുന്ന എപ്പോഴാണ്? ആ ബോഡി ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇലക്ട്രോൺസ് പാർട്ടിക്കിളുകളാണ്. ഒരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ മാസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു, മാസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എയുടെ മാസ് ഇവിടെ കുറയുന്നു, ബിയുടെ മാസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ആൻസർ കിട്ടും ഏതാണെന്ന്. മനസ്സിലായോ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, മാസ് ഓഫ് ബി ഇൻക്രീസസ്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചു നോക്കിയേ. ചാർജ് ഓൺ എ ബോഡി ഈസ് Q1 ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ചാർജ് അനദർ ബോഡി ബൈ ഇൻഡക്ഷൻ. ചാർജ് ഓൺ സെക്കൻഡ് ബോഡി ഈസ് ഫൗണ്ട് ടു ബി Q2 ആഫ്റ്റർ ചാർജിങ്. ദെൻ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ചൂസ് ചെയ്യുക. അപ്പം നോക്കിയാൽ ഇൻഡക്ഷൻ വഴി ഒരു ചാർജ്ഡ് ബോഡി ഉപയോഗിച്ച് മറ്റൊരു അൺചാർജ്ഡ് ബോഡിയെ ചാർജ് ചെയ്യുന്നു. അതാണ് കേസ്. അപ്പോൾ ചാർജ് ചെയ്യാൻ കൊണ്ടുവന്ന ബോഡിയുടെ ചാർജ് എത്രയാണ്? Q1. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. Q1. ഇനി രണ്ടാമത്തെ ബോഡിയെ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്ത ചാർജാണ് Q2. അങ്ങനെയെങ്കിൽ ഈ Q1 ഉം Q2 തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ഇതിൽ കറക്റ്റ് ഏതാണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, Q1 Q2 ഏതാണെന്ന് മനസ്സിലാക്കിയല്ലോ. Q1 എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ കൊണ്ടുവന്ന ബോഡിയുടെ ചാർജ്. Q2 എന്ന് പറയുന്നത് രണ്ടാമത്തെ അൺചാർജ്ഡ് ബോഡി ആയിരുന്നു. അതിന് ഇൻഡക്ഷൻ വഴി എത്ര ചാർജാണോ ഡെവലപ്പ് ചെയ്തത് അതാണ് Q2. ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ഏതാണ്? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണം. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. നമുക്ക് അല്പം ഒരു കൊഗ്നിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഒരു റീസണിങ് എബിലിറ്റി നമ്മുടെ ഇൻക്രീസ് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇതൊരു എൻട്രൻസ് സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് വിചാരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ വഴി ഇത് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഫസ്റ്റ് ബോഡി ഇവിടെ Q1 ചാർജുള്ള ബോഡിയെ കൊണ്ടുവരുന്നു ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ചാർജ്ഡ് ബോഡിയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. 3 പോസിറ്റീവ് ചാർജ് അതിനുണ്ട്. ഇവിടെ ഒരു അൺചാർജ്ഡ് ബോഡി ഇരിക്കുന്നു. അതിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ അതിന് 2 പോസിറ്റീവും 2 നെഗറ്റീവാണ്. അത് ന്യൂട്രൽ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പം ഈ ഫസ്റ്റ് ബോഡി നമ്മൾ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്താണ് ഇവിടെ പോളറൈസേഷൻ സംഭവിച്ചു. പോസിറ്റീവ് ചാർജ് ലൈക്ക് ചാർജാണ് റിപ്പൽ ചെയ്ത് അങ്ങേ എൻഡിലോട്ട് പോയി, ഓപ്പോസിറ്റ് എൻഡിലേക്ക് അത് അക്യുമുലേറ്റ് ചെയ്തു. ഇനി ഇതിനെ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ റിപ്പൾഷൻ മൂലം ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജ് ആയിപ്പോയി.
അപ്പോൾ ഇത് ആര് മാത്രം ബാക്കിയായ 2 നെഗറ്റീവ് ചാർജ് മാത്രം ബാക്കിയായി. മനസ്സിലായോ? അപ്പോൾ ബൈ ഇൻഡക്ഷൻ ദ സെക്കൻഡ് ബോഡി ഡെവലപ്സ് എ നെറ്റ് നെഗറ്റീവ് ചാർജ് വിത്ത് മാഗ്നിറ്റ്യൂഡ് 2. അപ്പോൾ Q2 എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയേ, Q1 ആണോ Q2 ആണോ വലുത്? Q1 ആണ് വലുത്. Q2 ഈസ് ലെസ് ദാൻ Q1 ഈ കേസിൽ, നമ്മൾ പറഞ്ഞ കേസിൽ. അപ്പോൾ Q2 ഈസ് ലെസ് ദാൻ Q1, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി അടുത്ത വേറൊരു കേസ്, നമുക്ക് ഇത് 3 കേസ് ഇവിടെ എടുക്കാം. വേറൊരു കേസ്, ഈ സെക്കൻഡ് ബോഡിയിൽ 3 പോസിറ്റീവ് ഉണ്ടെന്നിരിക്കട്ടെ, 3 നെഗറ്റീവ് ഉണ്ടായിരുന്നു, ന്യൂട്രലാണ്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഈ ഫസ്റ്റ് ബോഡി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബൈ ഇൻഡക്ഷൻ ഈ 3 പോസിറ്റീവ് ചാർജ് ഈ പറഞ്ഞോട്ട് ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോളറൈസ് ചെയ്തു. ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ആ 3 പോസിറ്റീവ് ചാർജും ഡിസ്ചാർജ് ചെയ്യപ്പെടും ഗ്രൗണ്ടിലേക്ക്. ഇപ്പോൾ ഇത് ഈ പോസിറ്റീവ് ഒന്നുമില്ല, 3 നെഗറ്റീവ് മാത്രമേ ബാക്കിയാവൂ. അപ്പോൾ നോക്കിയേ, ഇറ്റ് ഡെവലപ്സ് എ നെറ്റ് നെഗറ്റീവ് ചാർജ് വിത്ത് മാഗ്നിറ്റ്യൂഡ് 3. അപ്പോൾ ആ കേസിൽ എന്താ, Q1 ഈസ് ഈക്വൽ ടു Q2. അവിടെ രണ്ടുപേരും ഇപ്പോൾ ഈക്വലാണ്. അപ്പോൾ ആ ഒരു കേസ് വരാം. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ കേസ് ഏതായിരുന്നു? Q2 ഈസ് ലെസ് ദാൻ Q1. പിന്നെ ഇപ്പോഴത്തെ രണ്ടാമത് നമ്മൾ പറഞ്ഞ കേസിൽ Q1 ഈസ് ഈക്വൽ ടു Q2. ഇനി അടുത്തൊരു കേസ്, ഇതിലൊരു 5 പോസിറ്റീവും 5 നെഗറ്റീവ് ഉണ്ടെന്നിരിക്കട്ടെ. ബിഫോർ ചാർജിങ് അത് ന്യൂട്രലായിരുന്നു. നമ്മൾ കൊണ്ടുവരുന്ന ആളുടെ മാഗ്നിറ്റ്യൂഡ് 3 3 പോസിറ്റീവ് ചാർജേ ഉള്ളൂ. അപ്പോൾ ബൈ അക്യുമുലേഷൻ അല്ലെങ്കിൽ ബൈ പോളറൈസേഷൻ പോസിറ്റീവ് ചാർജ് ഇങ്ങേ എൻഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ 3 പോസിറ്റീവ് ചാർജേ ഉള്ളൂ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് ഈ 5 എണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ ഇനി ശക്തിയില്ല, സ്ട്രെങ്ത് ഇല്ല. 3 പേരെ ഡിസ്ചാർജ് ചെയ്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 2 പേര് ഇവിടെ റീറ്റെയിൻ ചെയ്യും, 2 പോസിറ്റീവ് ചാർജ് ഇവിടെ ബാക്കിയാവും. അപ്പം ഈ ബോഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 5 നെഗറ്റീവ് ചാർജ് ഇതിലുണ്ട്, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇപ്പം നെറ്റ് ചാർജ് എത്ര ആയിരിക്കും രണ്ടാമത്തെ ബോഡിയുടെ? 5 നെഗറ്റീവ് 2 പോസിറ്റീവ്. നെറ്റ് എന്ന് പറയുന്നത് -3 ആയിരിക്കും. ഓക്കെ. അപ്പം ഇൻ ദ തേർഡ് കേസ് ദ ബോഡി ഡെവലപ്സ് എ നെറ്റ് നെഗറ്റീവ് ചാർജ് വിത്ത് മാഗ്നിറ്റ്യൂഡ് 3. അപ്പോൾ നോക്കി, രണ്ടാമത്തെ കേസിലും മാഗ്നിറ്റ്യൂഡ് 3 ആയിരുന്നു, മൂന്നാമത്തെ കേസിലും മാഗ്നിറ്റ്യൂഡ് 3 ആയിരുന്നു. അപ്പോൾ ഒരിക്കലും ഈ രണ്ടാമത്തെ ബോഡിയുടെ ചാർജ് ഒരിക്കലും ഈ ഫസ്റ്റ് ബോഡിയുടെ ചാർജിനേക്കാൾ മുകളിൽ പോകില്ല. ഒരിക്കലും Q2 ഈസ് ഗ്രേറ്റർ ദാൻ Q1 എന്നുള്ള കണ്ടീഷനിലേക്ക് അത് പോകില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇനിയും നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ ഒന്ന് നോക്കുക, Q1/Q2 ഈസ് ഈക്വൽ ടു 1. അത് ആ സാധ്യത വരാം, ആ കേസ് വരാം. പക്ഷേ അത് മാത്രമല്ല, ഇതൊരു കറക്റ്റ് ഓപ്ഷനാണ്, പക്ഷേ ഇത് മാത്രമല്ല വരുന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ Q1/Q2 ഈസ് ലെസ് ദാൻ 1. അപ്പോൾ അത് അങ്ങനൊരു കണ്ടീഷൻ വരുന്ന എപ്പോഴാണ്? Q2 Q1-നേക്കാളും ഗ്രേറ്റർ ആകുന്ന കേസിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അതൊരിക്കലും വരില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. Q2-ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും Q1-നേക്കാൾ വലുതായി വരില്ല, നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇപ്പം. അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആ ലെസ് ദാൻ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ എടുക്കാനും പറ്റില്ല. ഈ നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, Q1/Q2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് പോസിബിളായിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. Q1 എപ്പോഴും Q2-നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, ഒരിക്കലും ലെസ് ആവില്ല. അപ്പോൾ ഈ ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ്. മനസ്സിലായല്ലോ? നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. നിങ്ങളുടെ ആ ഒരു ചിന്താശേഷി ഡെവലപ്പ് ആകാൻ നല്ലൊരു ക്വസ്റ്റ്യനാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. എ ഗ്ലാസ് റോഡ് വെൻ റബ്ബഡ് വിത്ത് സിൽക്ക് ക്ലോത്ത് അക്വയർസ് എ ചാർജ് ഓഫ് 1.6 × 10⁻⁻13 കൂളോം. വാട്ട് ഈസ് എ ചാർജ് ഓൺ ദ സിൽക്ക് ക്ലോത്ത്? ഇത് പ്രയാസമൊന്നുമില്ല, ലാംഗ്വേജ് വായിച്ച് അതിൻ്റെ മീനിങ് കറക്റ്റ് എടുത്താൽ മതി. ഇവിടെ സിൽക്ക് ക്ലോത്ത് അക്വയർസ് എ ചാർജ്. അപ്പം അപൂർവം ചില കുട്ടികളെങ്കിലും സിൽക്ക് ക്ലോത്ത് അക്വയർസ് എന്നങ്ങ് മനസ്സിലാക്കി കളയും. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ബാക്കി എളുപ്പമാണ്, അതങ്ങനെ മനസ്സിലാക്കുന്നവർക്കേ തെറ്റുവരാൻ സാധ്യതയുള്ളൂ. സിൽക്ക് ക്ലോത്ത് അക്വയർസ് എന്ന മീനിങ് എടുക്കരുത്. ഇവിടെ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്നവർക്ക് ഇവിടെ ഒരു കോമ ഇടേണ്ടതാണ്. ഗ്ലാസ് റോഡ് കഴിഞ്ഞൊരു കോമ ഇട്ടാൽ ക്ലിയർ ആണ്. എ ഗ്ലാസ് റോഡ് അക്വയേഴ്സ് എ ചാർജ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് ഗ്ലാസ് റോഡ് അക്വയർ ചെയ്തിരിക്കുന്നത്? വെൻ റബ്ഡ് വിത്ത് സിൽക്ക് ക്ലോത്ത്, അപ്പോഴാണ് അക്വയേഴ്സ് എ ചാർജ് ഓഫ്. അപ്പോൾ ഗ്ലാസ് റോഡിൻ്റെ ചാർജാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ചാർജ് ഓൺ ദ സിൽക്ക് ക്ലോത്ത്. നമുക്കറിയാം, ബൈ റബ്ബിങ് 2 ബോഡീസ് ഡെവലപ്പ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ നോളജ് ഉള്ള ഒരാൾക്ക് ഈ ആൻസർ ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. 2 ബോഡീസിലും ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജ് ഡെവലപ്പ് ചെയ്യും, പക്ഷേ വിത്ത് ഓപ്പോസിറ്റ് നേച്ചർ. ഒരാൾക്ക് പോസിറ്റീവ് ആണ്, ഒരാൾക്ക് നെഗറ്റീവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? സിൽക്ക് ക്ലോത്ത് അക്വയേഴ്സ്
ഓൾസോ അക്വയർ എ ചാർജ് ഓഫ് 1.6 × 10⁻13 കൂളോം. ഇനി നേച്ചർ ക്വസ്റ്റിനെ ചോദിച്ചിട്ടില്ല, നേച്ചർ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. നിങ്ങൾ തിയറി പഠിച്ചാണ് ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ടുള്ള ഒരു റബ്ബിങ്ങിൽ ഗ്ലാസ് റോഡ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയാണ്. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജാണ് വരുന്നത്, സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. അത് നിങ്ങൾ പഠിച്ചാണ് തിയറിയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ 3 charged bodies A, B and C. If A and B repel each other and A attracts C, then what is the nature of the force between B and C? സിമ്പിളാണ്. 3 ബോഡീസ് എടുക്കുന്നു, എ, ബി ആൻഡ് സി. എയും ബി റിപ്പൽ ചെയ്യുന്നു മീൻസ് എയും ബിയും ലൈക്ക് ചാർജസ് ആണ്. പക്ഷേ എ അട്രാക്ട് സി. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? എയും സിയും എയുടെ ഓപ്പോസിറ്റ് ചാർജാണ് സി. അപ്പോൾ എയും ബിയും ഒരേ ചാർജ് ആണെങ്കിൽ എ സി അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബിയും സി അട്രാക്ട് ചെയ്യണ്ടേ? ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും? ബിയും സിയും തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ അട്രാക്റ്റീവ് ഇൻ നേച്ചർ. സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് Q1 + Q2 സിഗ്നിഫൈ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? അതും നമ്മൾ ഈ ചാർജിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി അറിയാവുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ചാർജിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ദ ഓൾജിബ്രൈക് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ചാർജസ് ഇൻ ദ ബോഡി. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 ചാർജിൻ്റെ കേസാണ് പറയുന്നത്, Q1 Q2. അതിൻ്റെ സമ്മ് 0 ആണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? നത്തിങ് ബട്ട് ദ ചാർജസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. Q1 Q2 ഈക്വൽ ആണ്, അവർ ഓപ്പോസിറ്റുമാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഓക്കെ, വളരെ സിമ്പിൾ. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Can a body has a charge of 1.5 E where E is the electronic charge? അപ്പോൾ അത് സിമ്പിളാണ്, പക്ഷേ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ എസ് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, അതും ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് വെച്ചുകൊണ്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് വി സ്റ്റഡീഡ് ദാറ്റ് ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ഫണ്ടമെൻ്റൽ ചാർജ് ഇ. എന്താ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ എണ്ണൽ സംഖ്യകൾ വെച്ചുള്ള, അല്ല കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് വെച്ച്, അതായത് 1E 2E 3E 4E എക്സെട്ര അങ്ങനെ വരും. അല്ല ഒരിക്കലും 1.5 അതായത് 1.5 ഇലക്ട്രോൺ 1.25 ഇലക്ട്രോൺ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അല്ലെ 2.25 ഇലക്ട്രോൺ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും അതിനകത്ത് ചിന്തിക്കാനില്ല. നമ്മൾ ശ്രദ്ധിച്ചെഴുതിയില്ലേ ചിലപ്പോൾ തെറ്റും. എസ് എന്ന് എഴുതാൻ ഒരു ടെൻഡൻസി ചിലപ്പോൾ വന്നേക്കാം, അത് ക്വസ്റ്റ്യൻ കണ്ട. അത്രയേ ഉള്ളത്, അല്ല വലിയ കോംപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ അല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ബിഗർ, എ കുളോം ഓഫ് ചാർജ് ഓർ എ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ? അതും നമ്മൾ രണ്ടിൻ്റെ ഈക്വൽ ആണെന്ന് എഴുതാൻ ചിലപ്പോൾ ഒരു ടെൻഡൻസി വന്നേക്കാം, ശ്രദ്ധിച്ചില്ലെങ്കിൽ. ശ്രദ്ധിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമുക്കൊരു കാൽക്കുലേഷനിലൂടെ അത് കണ്ടുപിടിക്കാം. അതും ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് Q = NE. Q1 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എവിടെ തന്നു? 1 എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എ കുളോം ഓഫ് ചാർജ്. എ കുളോം എന്ന് പറഞ്ഞാൽ 1 കുളോം ഓഫ് ചാർജ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ല 1 തന്നിട്ടില്ലെന്നും പറഞ്ഞ് എഴുതാതിരിക്കരുത്. എ കുളോം ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ 1. Q = 1 തന്നിരിക്കുന്നു. N ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 1.6 × 10⁻19. അപ്പോൾ നിങ്ങളവിടെ N കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 × 10⁻18 കിട്ടി. അപ്പോൾ 1 കുളോം ഓഫ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 × 10⁻18 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പായി ഏതാണ് ബിഗർ? 1 കുളോം ഓഫ് ചാർജ് ഈസ് ബിഗർ ദാൻ ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.